ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ SBM ബാങ്കിന്റെ ഒരു സെക്യൂർ ക്രെഡിറ്റ് കാർഡാണ്. അതായത് FD ക്രെഡിറ്റ് കാർഡാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കാവുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. നമ്മൾ എന്തിനാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത്? നമ്മുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ ഒക്കെ കുറവുള്ളവർക്കൊന്നും അൺസെക്യൂർഡ് കാർഡ് കിട്ടില്ല, അതായത് നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ FD ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറേ പേർക്കുള്ള സംശയമാണ്, ഏറ്റവും ബെസ്റ്റ് ടൂൾ ഏതാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ? അത് FD ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ലോൺ എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചാൽ നമ്മുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല ടൈം എടുക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ, അത് റിപ്പോർട്ട് ആയിരിക്കുന്നത് തന്നെ നമ്മുടെ സിബിൽ സ്കോർ പതുക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരാനും ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇപ്പോൾ കുറേ പേർക്ക് വൺ കാർഡിന്റെ ലൈറ്റ് കാർഡാണ് നോർമലി മിക്ക ആൾക്കാരും ഇപ്പോൾ FD ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത്. പക്ഷേ അതിനിപ്പോൾ ഭയങ്കരമായിട്ട് KYC ഇഷ്യൂം അതുപോലെ തന്നെ കുറേ ബ്ലോക്കിങ്ങും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ 2024 ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. അപ്പോൾ രണ്ടും വൺ കാർഡിലായിട്ടും SBM ബാങ്ക് തന്നെ കൊടുക്കുന്നത്, മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നതും SBM ബാങ്ക് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതിനൊന്നും വലിയ ഡിഫറൻസ് സംഭവമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പുകൾ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ നമുക്ക് iOS ഇതിന് ആപ്പ് ഇല്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ആൻഡ്രോയിഡിന് മാത്രം സെപ്പറേറ്റ് ചെയ്തതിന് ആപ്പ് സംഭവമൊക്കെ ഉള്ളൂ. ഞാൻ ഇപ്പോൾ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സെറ്റപ്പിന്റെ ലിങ്കാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമൊക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അതിന്റെ സ്റ്റെപ്സും സംഭവമൊക്കെ നമ്മൾ പറയുന്നതാണ്, വിത്ത് സ്ക്രീൻഷോട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് വരും ചെയ്യും. പിന്നെ അതിന്റെ ഒരു ഫീച്ചേഴ്സ് സംഭവമൊക്കെ പറയുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. നമ്മുടെ വൺ കാർഡ് ലൈറ്റ് പോലെ തന്നെ, IDFC വകുപ്പ് പോലെ തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 1% ക്യാഷ് ബാക്ക് നമുക്ക് ട്രാൻസാക്ഷൻ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വിർച്വൽ കാർഡ് സംഭവങ്ങളൊക്കെ നമുക്ക് ബാക്കിയുള്ള കാർഡുകളുടെ പോലെ തന്നെ കിട്ടുന്നുണ്ട്. സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാം. അത് നോർമൽ നമ്മുടെ എല്ലാ സെക്യൂർ കാർഡ് പോലെ തന്നെയാണ്, വേറെ ഫീച്ചേഴ്സ് സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ ഒരു അപ്ലൈ ലിങ്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കയറുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഞാൻ പറയാം, വിത്ത് സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നീങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഞാൻ ഈ സൈഡിലേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റില്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ സ്റ്റെപ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് കയറുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡയറക്റ്റ് ആപ്പിലേക്കാണ് പോവുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ പടം കാണാം. അപ്പോൾ അതിന് ശേഷം നമ്മുടെ സൈനപ്പ് ലോഗിൻ എന്നൊക്കെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ സൈനപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ അവിടെ പടം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം OTP വരും. നമ്മുടെ OTP സൈനും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസും സംഭവമൊക്കെ കാണാം. അതിൽ 1% റിട്ടേൺ ഓൺ എവരി സ്പെൻഡ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ ഇതിൽ 90% ഓഫ് ദ ക്രെഡിറ്റ് ലിമിറ്റാണ് നിങ്ങൾക്ക് കിട്ടുക. 10,000 ഇട്ടാൽ 9,000 ലിമിറ്റ് ഇടും, അതിനാണ്. പിന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ക്യാമറയും ലൊക്കേഷൻ അസിസ്റ്റൻസും കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എത്രയാണ് ഡെപ്പോസിറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വരും. മിനിമം 5,000 രൂപയാണ്. അപ്പോൾ 5,000 രൂപ ഇട്ടാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുക 4,000 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് മെച്യൂരിറ്റി എമൗണ്ട് കിട്ടുക 5,350 രൂപയാണ്. നമുക്ക് 7% ഇൻട്രസ്റ്റ് കിട്ടുക അതിന്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മദേഴ്സ് നെയിം കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, അഡ്രസ്സ് കൊടുക്കുക, സംഭവങ്ങളൊക്കെ കൊടുക്കുക, ഫില്ല് ചെയ്യുക, എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം OTP വരും, OTP വെരിഫൈ ചെയ്യുക. അതിനുശേഷം KYC ഡീറ്റെയിൽസ് കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആധാർ അഡ്രസ്സും നമ്മുടെ OTP വന്നിട്ട് അതിന് നമ്മുടെ അഡ്രസ്സും സംഭവങ്ങളൊക്കെ ഫെച്ച് ചെയ്യും. അത് നിങ്ങൾക്ക് ആ സെയിം അഡ്രസ്സ് ആണെങ്കിൽ അത് കൺഫേം കൊടുക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ വരും കേട്ടോ. അതിനുശേഷം നമുക്ക് വെരിഫൈ ബാങ്ക് അക്കൗണ്ട് ആണ്, അതായത് നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് നമ്മൾ 5,000 രൂപ അടയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, IFSC കോഡ് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു ഓപ്ഷനാണ് വീഡിയോ KYC ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ വെർച്വൽ ഡെബിറ്റ് കാർഡ് ആക്ടിവേറ്റ് ആവട്ടാം. പിന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് അതിന് ശേഷം നമുക്ക് ആ കൊടുത്തതിന് അഡ്രസ്സിലേക്ക് വരും. അതിനുശേഷം നിങ്ങളുടെ നമ്മുടെ ആപ്പിൽ കൂടെ തന്നെ കാർഡ് മാനേജ് സംഭവങ്ങളൊക്കെ ചെയ്യാം. ചില സമയത്ത് ഇതിനൊരു 1 to 3 days ഒക്കെ സമയം എടുക്കാറുണ്ട്. പ്രോസസ്സിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ട്രാഫിക് ആയിരിക്കും. ചിലർക്ക് അപ്പം തന്നെ വെർച്വൽ കാർഡ് സംഭവങ്ങളൊക്കെ ആക്ടിവായിട്ട് കിട്ടുക. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ, നിങ്ങൾ ഇവിടെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു FD ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഏറ്റവും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് IDFC വോവിൻ്റെ കാർഡും കുഴപ്പമില്ല, പക്ഷെ അത് കിട്ടാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. നമുക്ക് അപ്രൂവൽ റേറ്റ് കുറവാണ്. പിന്നെ വരുന്നത് വൺ കാർഡ് ലൈറ്റാണ്. വൺ കാർഡ് ലൈറ്റിൻ്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. കുറേ പേർക്ക് നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്തിട്ട് എമൗണ്ട് ഒക്കെ ഇട്ടു, അതിനുശേഷം നമുക്ക് വീഡിയോ KYC ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്യാഷ് അവിടെ ബ്ലോക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ റെക്കമെൻഡ് ചെയ്യാത്ത കേട്ടോ. നമ്മളിതിന് മുമ്പും പറയാറുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ കുറച്ച് കാലമായിട്ട് അവരൊക്കെ കുറച്ച് കുഴപ്പങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ പോരാത്തതിന് വൺ കാർഡിനും അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഫെഡറൽ ബാങ്കിനൊക്കെ റീസെന്റ് RBIയുടെ സൈഡിൽ നിന്നൊക്കെ പണി കിട്ടിയിരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു കുറേ മാറ്റങ്ങളും മെയിൻ്റനൻസും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് സംഭവം സൈഡിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാത്ത കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായിരിക്കുന്നു. എന്തെങ്കിലും സംശയിക്കണ്ടേ കമന്റ് ചെയ്താൽ മതി. നമ്മുടെ 2 ചാനലും കണത്തറ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ ചാനലായി JHH വേൾഡ് കണത്തറ കണ്ടു നോക്കുക. നിങ്ങൾക്ക് അതിൽ ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ് ഒക്കെ കിട്ടും കേട്ടോ. മറക്കണ്ട. ബൈ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്.